ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ചിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട്. അത് സ്റ്റാർട്ടിങ് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ മറ്റു പല ജോയിൻറ്റ് ഡിസീസുകൾ, ഫാറ്റി ലിവർ, അങ്ങനെ പലതരത്തിലുള്ള പല രീതിയിലുള്ള അസുഖങ്ങൾ ഇന്ന് നമ്മൾ മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രായമായവരിലാണ് കൂടുതലായിട്ട് കണ്ടുവന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ പലതരത്തിലുള്ള ഭക്ഷണ ശൈലി കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ചെറുപ്പം മുതലേ, അതായത് ഒരു 30s മുതൽ തന്നെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നതെന്നും നമുക്കത് തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് പ്രധാനമായിട്ടും നമ്മളുടെ ഭക്ഷണ ശൈലിയാണ്. അതായത് പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളും ബേക്കറികളും അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡുകളും നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത ഫാറ്റ് കൂടുതലായിട്ട് വരികയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ, അതായത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുമ്പോഴാണ് അത് ഫാറ്റ് ആയിട്ട് മാറുന്നത്. ഈ ഫാറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ബേൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകളിലെല്ലാം അടിഞ്ഞു കൂടുകയും പിന്നീട് അത് നമുക്ക് പലതരത്തിലുള്ള ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. അതിന് പ്രധാന ഒന്നെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഹൈ കാലറീസ് ഉള്ള ഫുഡുകൾ എല്ലാം തന്നെ. അതായത് നമ്മൾ കഴിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന പൊരിച്ച കടികൾ, അതുപോലെ തന്നെ പൊരിച്ച കടിയെല്ലാം പഴംപൊരി, അതുപോലെ തന്നെ എല്ലാ പൊരിച്ച കടികളും നമ്മൾ കഴിക്കുമ്പം അവർ ചൂടാക്കിയ എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കുന്നത് കാരണം അതെന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമായി എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ശരിക്കും അത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ്സ് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ അത്തരത്തിൽ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പം ആ ഒരു ഓയിലിൻ്റെ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിലോട്ട് അത്ര തന്നെ വരുന്നില്ല. മാക്സിമം നമ്മൾ കുറയ്ക്കുക. പക്ഷെ വല്ലപ്പോഴും നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അത് വീട്ടിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാനും ശ്രദ്ധിക്കുക. പിന്നെന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസ്, അതായത് ചിപ്സുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുറുക്ക്, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഒരു ചിപ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ വയറ് നിറയില്ല. നമ്മളൊരു ബൗള് ചിപ്സ് എടുത്ത് കഴിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഏതാണെങ്കിലും പാക്കറ്റ് ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു TV കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കണ്ടിട്ടോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പാക്കറ്റ് ഫുഡ് നമ്മൾ തീരുന്നത് നമ്മൾ അറിയുന്നില്ല. അത്രയും കാലറീസ് നമ്മുടെ ശരീരത്തിലോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വയറ് ഫില്ലായ ഒരു എഫക്റ്റും നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലോട്ട് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ വർക്കൗട്ട് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. നമ്മൾ എപ്പോഴും കുറച്ച് ദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ഓവറോൾ ജോയിൻറ്റിന് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കൗട്ടോ ഒന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല ആൾക്കാർക്കും ജോയിൻറ്റ് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മസിൽ ക്രാം, അതായത് മസിൽസിന് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കൈകൾക്ക് വേദന വരാനുള്ള ചാൻസ് ഉണ്ട്, കാലുകൾക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്, കഴുത്തിന്, അതായത് നമ്മുടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അതിൽ പ്രധാനം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് രാവിലെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ അതെല്ലാ പോർഷൻസും നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പ്ലേറ്റ് നിറച്ചും നമ്മൾ കഴിക്കരുത്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഭക്ഷണ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദോശ അല്ലെങ്കിൽ ദോശ ചമ്മന്തി അല്ലെങ്കിൽ പത്തിരി ചിക്കൻ കറി അല്ലെങ്കിൽ പത്തിരി ആ ഒരു സ്റ്റൈലാണ് നമ്മൾ കഴിക്കുക. അല്ലെങ്കിൽ പുട്ട് പഞ്ചസാര അല്ലെങ്കിൽ പുട്ട് പപ്പടം, പുട്ട് പഴം അല്ലെങ്കിൽ പുട്ട് കടലക്കറി, അങ്ങനെ നമ്മൾ
കടലക്കറി വളരെ കുറച്ചും പുട്ട് കുറയും, അല്ലെങ്കിൽ നമ്മൾ പുട്ടും പഞ്ചസാരയും അതിലൊന്നും ശരിക്കും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകവും അതിലില്ല. പുട്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി കാർബോഹൈഡ്രേറ്റ് ആണ്. അതേസമയം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി പുട്ടിനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാഗി കൊണ്ടുള്ള പുട്ടുകൾ കഴിക്കാം. രാഗിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. ഗോതമ്പ് ഉപയോഗിക്കാം. ഗോതമ്പ് കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ റൈസ് പൗഡറിനേക്കാളും കുറച്ച് ശരീരത്തിന് കുഴപ്പമില്ല, കാലറീസ് ഉണ്ട് ഗോതമ്പിനാണെങ്കിലും. അല്ലെങ്കിൽ നമുക്ക് ഓട്സിൻ്റെ പുട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ പത്തിരി ആണെങ്കിലും ദോശയാണെങ്കിലും ഇപ്പം നമുക്ക് പലതരത്തിലുള്ള മെത്തേഡിൽ, അതായത് നമ്മൾ ഈ അരി ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് പലതരത്തിലുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തി അത് പ്രോട്ടീൻ റിച്ച് ആക്കിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കത് കഴിക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് അത് നമ്മൾ 3ഉം 4ഉം കഴിക്കുന്നത് നമുക്ക് 1ഓ 2ഓ കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറഞ്ഞൊരു ഫീലും നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരവും കറക്റ്റായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാതെ, നമുക്ക് പൊണ്ണത്തടി വരാതെ അല്ലെങ്കിൽ ഫാറ്റി ലിവർ വരാതെ നമുക്ക് ശരീരത്തിന് ആ ഒരു പ്രോപ്പർ അളവിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ ഇത് വളരെയധികം സഹായിക്കും. പിന്നെയെന്ന് പറഞ്ഞതാണ് മിഡ് ടേം, അതായത് നമ്മൾ ബ്രഞ്ച് കഴിക്കുക. ലഞ്ചിനേക്കാളും മുമ്പ് നമുക്ക് വേണമെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മിക്സോ, നമുക്ക് എന്താണ് ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുള്ളത് ആ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ്, ഇപ്പോൾ എന്താണോ നമുക്കിപ്പോൾ ഓറഞ്ചാണ് ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുള്ളതെങ്കിൽ ആ ഓറഞ്ച് നമുക്ക് കഴിക്കാം. അങ്ങനെ ആ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ആ സമയത്ത് കഴിക്കുക. പിന്നെ ലഞ്ചും അതുപോലെ നമ്മൾ ധാരാളമായിട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഉപ്പേരി നമ്മൾ ഉൾപ്പെടുത്തുക. പകരം നമ്മുടെ ചോറിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക. ചെറിയൊരു ബൗൾ ചോറ് കഴിക്കുന്നതാണ് വളരെ നല്ലത്. രാത്രി ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കി കഴിക്കാതെ ഒരു 7 o'clock 7:30 ഉള്ളിലായിട്ട് നമ്മുടെ ഡിന്നറും മാക്സിമം ഒഴിവാക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊണ്ടുപോയി എന്ന് വെച്ച് നമ്മൾ പുറത്തത്തെ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമ്മൾ വീക്കിലി വൺസ് അല്ലെങ്കിൽ മാസത്തിൽ 1ഓ 2ഓ പ്രാവശ്യം നമ്മൾ പുറത്തു പോവുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഔട്ടിങ് സമയത്ത് നമുക്ക് ഭക്ഷണങ്ങളൊന്ന് കട്ട് ചെയ്ത് കഴിച്ചാലും അത് അത്ര തന്നെ നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഭക്ഷണം നമ്മുടെ ശരീരത്തിലോട്ട് കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ് അളവിലും കറക്റ്റ് കൺട്രോളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം മാറ്റം നമ്മുടെ ശരീരത്തിലും അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെയുള്ളതാണ് രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന വർക്കൗട്ട്. ഡെയിലി നമ്മൾ നടക്കാൻ സൗകര്യമുള്ളവർ നടക്കുക, അല്ലെങ്കിൽ ഓടാൻ സൗകര്യമുള്ളവർ ഓടാം. അതുപോലെ തന്നെ നമുക്ക് ജിമ്മിൽ പോകാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളൊരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് വിയർക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്തു പോകാനും, അതുമാത്രമല്ല നമ്മുടെ ശരീരം നമ്മൾ മെലിയാൻ വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചിലർ തടിക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഒരിക്കലും നമ്മൾ ആ ഒരു എയിമിലോട്ടല്ല. ഈ വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മളൊരു ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക, നടക്കുക, ഓടുക എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്തിനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമുക്ക് ആ ഒരു ഫുൾ ഡേ ആക്റ്റീവായി നിൽക്കാനും എനർജറ്റിക്കായി നിൽക്കാനും നമ്മൾ ഭയങ്കര ഉന്മേഷത്തോടെ നിൽക്കാനും നമുക്ക് പല കാര്യങ്ങളും പല ഡെസിഷൻസ് എടുക്കാനും, അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതായത് ചില സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, ചില സമയത്ത് ഭയങ്കര സന്തോഷം, ചില പെട്ടെന്ന് എന്തിനാ സങ്കടപ്പെട്ടത് എന്തിനാ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് വേഗത്തിൽ തന്നെ ദേഷ്യപ്പെടും. അങ്ങനെ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക്, അതായത് മെയിനായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ആണ് ഇത് വരുത്തുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിന് നമുക്ക് തടഞ്ഞു നിർത്താനും നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ ജോയിൻറ്റുകൾക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുകയും ഈ ജോയിൻറ്റ് പെയിനും മസിൽ പെയിനും ഒക്കെ നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ ശരീരത്തിനെ നമുക്ക് ഹെൽത്തിയായി നിർത്താനും ഇത് വളരെയധികം സഹായിക്കും. മൂന്നാമതായിട്ട് ധാരാളം നമ്മൾ വെള്ളം കുടിക്കുക. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ 25 കിലോ ഭാരമുള്ള ആളും 1 ലിറ്റർ എന്ന് പറഞ്ഞ തോതിൽ നമ്മുടെ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഒരു സിപ്പ് ചെയ്തിട്ട് ഒരു രാവിലെ മുതൽ ഉച്ച വരെ ആകുമ്പോഴേക്കും നമ്മൾ 1 ലിറ്റർ തീർക്കുക. അതായത് നമ്മളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 3 to 4 ലിറ്റർ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ വെയിറ്റിനനുസരിച്ച് നമുക്ക് 3 ലിറ്റർ അല്ലെങ്കിൽ 3.5 ലിറ്റർ നമുക്ക് കറക്റ്റ് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടുന്ന ഫാറ്റുകളെ നമുക്ക് ബേൺ ചെയ്ത് കളയാനും നമ്മുടെ ശരീരം ഓവറോൾ ഷേപ്പായി എനർജറ്റിക്കായി നമുക്ക് ആക്റ്റീവായി നിർത്താൻ ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.